നമ്മുടെ ഇടവേള ബാബുവിന് ഇടവേള ബാബു എന്ന പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാമോ? ബാബു എന്ന ഇരിങ്ങാലക്കുടക്കാരൻ അഭിനേതാവിന് ഇടവേള ബാബു എന്ന പേര് ആദ്യം ഇട്ടത് പത്മരാജനാണ്. ഇടവേള എന്ന പത്മരാജൻ തിരക്കഥ എഴുതിയ മോഹൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇടവേള ബാബു എന്ന പേര് അയാൾക്ക് വന്നത്. അങ്ങനെ പത്മരാജൻ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സിനിമ പത്മരാജന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത് 1982 റിലീസായ ഇടവേള എന്ന ചിത്രത്തിലൂടെ ആ ഇരിങ്ങാലക്കുടക്കാരൻ ഇടവേള ബാബുവായിട്ട് മാറുമായിരുന്നു. അപ്പോൾ ഈ ഇടവേള എന്ന സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമയുടെ കഥ പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മളെല്ലാവർക്കും സൗഹൃദ ബന്ധങ്ങളുണ്ട്, എല്ലാ ഇടങ്ങളിലും സൗഹൃദ ബന്ധങ്ങളുണ്ട്. സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, അയൽവക്കത്തായിക്കോട്ടെ, എല്ലായിടത്തും സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങളിൽ ഇപ്പോൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക്, അതിൽ 4 ആൺ സുഹൃത്തുക്കളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടി ഈ 4 പേരിൽ ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു എന്ന് വിചാരിക്കുക. ഈ 4 പേരിൽ ഒരാളുമായിട്ട് ഈ അറ്റാച്ച്ഡ് ആയ ആളെ ബാക്കിയുള്ള 3 ആൺ സുഹൃത്തുക്കളും ജലസോട് കൂടിയായിരിക്കും കാണുന്നത്. പിന്നീട് ആ 3 പേരുടെയും വേട്ടമൃഗം എന്ന് പറയുന്നത് ഈ 4-മനായിരിക്കും. ഈ സംഭവത്തിന് ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു മാറ്റവുമില്ല. ആ 3 പേരടങ്ങുന്ന ആൺ സംഘം ആ 4-മനെ ഒറ്റപ്പെടുത്തുകയും അവനെ ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അവനുമായിട്ടുള്ള കമ്പനി തന്നെ കട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇതേ സംഭവം തന്നെയാണ് പത്മരാജൻ എഴുതി മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന സിനിമയിലും കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അണ്ടർ റേറ്റഡ് സിനിമയാണ്. ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റി ഈ സിനിമ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയും വൈകിച്ച കുട്ടിയുടെ ഫ്രണ്ട്സിന് സംശയം തോന്നും. അവരിന്നും വഴക്കുറയും. ഇല്ല, ഇതിപ്പോ അവരറിഞ്ഞിട്ട് തന്നെയാ. എങ്ങനെ? അവരെനിക്കെന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഇത്. എന്തിന്? ഇനിയിപ്പോ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് തിരികെ ചെന്നാ അവരെന്നെ കൊല്ലും. മൈ ഗോഡ്. ഞാനും എന്തൊക്കെയോ നടക്കാൻ പോണെന്ന് വെച്ചിട്ടാ ഇത്രയിടം വരെ പോകുന്നത്. പക്ഷെ എനിക്ക് ഒന്നിനും മനസ്സ് വരുന്നില്ല. എനിക്ക് മുഴുവനോട് അത്രയ്ക്ക് ഇഷ്ടമായി പോയി. തമാശയുണ്ട്. ഏതായാലും കൂട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി എല്ലാം നടന്നുകൊണ്ടെങ്കിൽ നോണ പറഞ്ഞോളൂ കേട്ടോ. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള സൗഹൃദം എന്നുള്ളത് അടിവരയിട്ട് കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. കൗമാരക്കാരായ 4 പേർ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. ആ ടൂറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. അശോകൻ, ഇടവേള ബാബു, ഇന്നസെന്റ്, നളിനി എന്നിവരാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം അശോകന്റെ തോമസ് ജോൺ എന്ന കഥാപാത്രമാണ്. സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റമുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കറക്റ്റായിട്ട് ഈ സിനിമയിൽ അശോകന്റെ ക്യാരക്ടർ കാണിച്ചു തന്നിട്ടുണ്ട്. അവൻ പയ്യനാടി, അവൻ അറിയില്ല നിന്റെ പ്രശ്നം. നീ അങ്ങനെ പിടിക്കേ, അങ്ങനെ അങ്ങ് പോവാതെ മോളെ. ഞങ്ങൾ ഇത്രയും മുള്ള വിളിച്ചിട്ട് നീ അങ്ങനെ അങ്ങ് പോയാൽ അതെങ്ങനെയാ ശരിയാവുക? പിന്നെ അശോകൻ എന്ന നടനെ പറ്റിയും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അശോകൻ എന്ന നടന്റെ ഏറ്റവും മികവുറ്റ പെർഫോമൻസിൽ ഒന്നാണ് ഈ തോമസ് ജോൺ എന്ന ക്യാരക്ടർ. ചില സിറ്റുവേഷനിൽ നമ്മൾ തന്നെ പേടിച്ചു പോകും, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ. കാരണം അവിടെ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അശോകന്റേതായ ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മൾ തന്നെ പേടിച്ചു പോകും. ആ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ അശോകൻ ഇടുന്നുണ്ട് ഈ സിനിമയിൽ. നിങ്ങൾക്കൊരു പെണ്ണിനെ ഇങ്ങനെ കൂട്ടത്തോടെ കടിച്ചു കയറാൻ. കാവാലം നാരായണപ്പണിക്കറുടെ വരികൾക്ക് MB ശ്രീനിവാസനാണ് സിനിമയ്ക്ക് ഈണം നൽകിയിരിക്കുന്നത്. മോഹൻ പത്മരാജൻ കൂട്ടുകെട്ടിലെ സ്ഥിര സാന്നിധ്യമായ U രാജഗോപാലാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടവേള എന്ന സിനിമയുടെ ലിങ്ക് ഞാൻ ചുവടെ ചേർക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു പത്മരാജൻ പടവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.